നമുക്ക് ബാലിന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ ആയിട്ടാലോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രീദേവി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല സങ്കടം തന്നെയായിരുന്നു. ആരും ഒന്നും പരസ്പരം പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഗോമതി അങ്ങനെ പറയുമെങ്കിലും ശ്രീദേവി അടിച്ചിറക്കി വിട്ടെങ്കിലും ഗോമതിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. ഇത്രയും കാലം സ്വന്തം മകളെ പോലെ കരുതിയിരുന്നല്ലേ, പെട്ടെന്നൊരു ദിവസം പോയി കഴിഞ്ഞപ്പം അതിൻ്റെതായ വിഷമമുണ്ട്. പക്ഷെ ആനന്ദിന്റെ കാര്യം ഓർക്കുമ്പോൾ ദേഷ്യമാണ് വരുന്നത്. ആ കുടുംബത്തോട് പോലും ആനന്ദിന്റെ ജീവൻ നശിപ്പിച്ച് ശ്രീദേവിയും ശ്രീദേവിയുടെ കുടുംബക്കാരുമാണ്. അവരങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ, കള്ളത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ, ഉള്ള സത്യങ്ങളൊക്കെ ആദ്യമേ തുറന്നു പറയായിരുന്നെങ്കിൽ, ആ ഒരു ചിന്ത ആ കുടുംബത്തിലെല്ലാവരും വേട്ടയാടുന്നുണ്ട്. പിന്നീട് ബാലൻ പതിവ് പോലെ തന്നെ കടയിലേക്ക് ചെല്ലുവാണ്. കടയിൽ ചെന്നെങ്കിലും ബാലന് ഒരു സ്വസ്ഥത സമാധാനം ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് രാമേട്ടൻ വന്ന് ബാലനോട് ചോദിക്കുന്നത്, എന്താടാ ബാല, നിനക്ക് എന്ത് പറ്റിയെന്നൊക്കെ തിരക്കുവാണ്. അപ്പോഴാണ് ബാലൻ കാര്യങ്ങളൊക്കെ പറയണേ. രാമേട്ട, എൻ്റെ ഊഹം ശരിയായിരുന്നു പറഞ്ഞു. എന്ത്? ഞാൻ മുമ്പ് രാമേട്ടനോട് പറഞ്ഞിട്ടില്ലേ ഉദയഭാനു, അയാളെക്കുറിച്ച് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷെ പിന്നീട് ആ സംശയങ്ങളൊക്കെ മാറിയില്ലേ. അല്ല, ഇപ്പോഴെന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആകാശം വന്നു. ആകാശം വന്നിട്ട് പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് പറ്റാനാ രാമേട്ട, ശരിക്കും ആ ഉദയഭാനു നമ്മളെല്ലാവരെയും ചതിക്കുമായിരുന്നെന്നോ? അതെ, അയാളാണ് ഈ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചേ. നീ എന്തൊക്കെയാണ് ബാല പറയണേ? കോടീശ്വരനായ ഉദയഭാനു ഈ കടയിൽ നിന്ന് 10,000 രൂപ അയാൾക്ക് മോഷ്ടിച്ചിട്ട് എന്ത് കിട്ടാനായിട്ടാ? അതെ രാമേട്ട, ഇതിനുമുമ്പ് 25,000 രൂപ പോയില്ലേ, അതോ അയാൾ തന്നെ മോഷ്ടിച്ചേ? എടാ, നിന്നോട് ആരാ അതൊക്കെ പറഞ്ഞേ? അതൊക്കെ വെറുതെ ആരെങ്കിലും പറയുന്നതായിരിക്കും. ആ കള്ളക്കഥയൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതല്ല രാമേട്ട, തെളിവ് സഹിതം പിടികൂടിയത് അത് ആനന്ദാന്ന് പറഞ്ഞു. തെളിവോ? പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ രാമേട്ടൻ താടിക്ക് കൈ കൊടുക്കുക. ഇതെന്തു മറിമായം? രാമേട്ടൻ പറഞ്ഞു, എന്നാലും എന്റെ ബാല, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. ആ ഉദയഭാനുവിനെ കുറിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. അല്ല ദേവിമോള്, അവള് ഇത്തരക്കാരിയായിരുന്നോ? ബാലൻ പറഞ്ഞു, അവള് ശരിക്കും ഈ പറയുന്ന ഉദയഭാനു ശ്രീകലെ പറയുന്ന അനുസരിക്കുകയോ ചെയ്തേ. അവള് തെറ്റുകാരിയാന്നേ പറയില്ല, പക്ഷെ അച്ഛനും അമ്മയും പറയുന്ന അവൾ അപ്പടി അനുസരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആകാശ് പറഞ്ഞു, ദേവിയടുത്തേക്ക് അവര് പറയുന്ന അനുസരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അവര് പറഞ്ഞ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ച ഒടുവില് അമ്മ തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയെന്ന് പറഞ്ഞു. അടിച്ചിറക്കിയെന്നോ? എടാ, ആനന്ദിന്റെ ഭാര്യയല്ലേടാ ആകാശേ. അതൊക്കെ ശരി തന്നെയാ. എടാ ബാല, എന്തു പരിപാടിയാടാ കാണിച്ചേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം രാമേട്ട? ഇത്രയും ചതിയൊക്കെ അറിഞ്ഞിട്ടും. അല്ല, അതിന് ദേവി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ രാമേട്ട, അവൾക്കെങ്കിലും ഒരു വാക്ക് എന്നോട് തുറന്നു പറയായിരുന്നു. അവളെന്നെ ബാലച്ചാന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ. അപ്പോഴേക്കും രാമേട്ടൻ പറഞ്ഞു, ഈ കടയിൽ വന്നിട്ട് നല്ല ഉത്തരവാദിത്തമുള്ള പെൺകുട്ടിയായിരുന്നു അവള്. കടല കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കും വെടുപ്പിനോ ചെയ്തുകൊണ്ടിരുന്നേ. ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എല്ലാം അവള് ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. പക്ഷെ അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ബാലൻ പറഞ്ഞു, നമ്മള് മനസ്സിലാഗ്രഹിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ ഓരോ കാര്യങ്ങളൊക്കെ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വല്ലാതെ മനസ്സിനെ മുറിവേൽപ്പിക്കും. അതുപോലൊരു കാര്യം ഇത്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ രാമേട്ട ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതേ ബാല, അതാ എനിക്കും മനസ്സിലാകാത്തെ. ദൈവമേ, എന്തൊക്കെ കേൾക്കണേ, ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ആണല്ലോ സംഭവിച്ചിരിക്കണേ. രാമേട്ടനും ഭയങ്കര വിഷമം തന്നെയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മീനാക്ഷി ഗോമതിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ദേവിയടുത്ത് ഇവിടുന്ന് പറഞ്ഞു വിട്ട് ഒട്ടും ശരിയായില്ല. നീ എന്താ മീനും ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറയണേ? അല്ല, അമ്മയൊന്ന് ആലോചിച്ച് നോക്കി. ദേവി ചേച്ചി ശരിക്കും പാവമായിരുന്നു. ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ദേവി ചേച്ചി എപ്പോഴും കഷ്ടപ്പെട്ടിട്ടുള്ളത്. ഗോമതി സ്റ്റോഴ്സിൽ പോയി രാപകൽ തന്നെ കഷ്ടപ്പെട്ടിട്ടുള്ളത് അത് ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാ. പിന്നെ ദേവി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളോട് അങ്ങനെ കള്ളത്തരമൊന്നും കാണിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതായത് ദേവി ചേച്ചി ആ അവസ്ഥ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. സ്കൂളിലെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ദേവി ചേച്ചിയുടെ അവസ്ഥ അതായിരുന്നു. അച്ഛനും അമ്മയും പറയുന്ന അനുസരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ദേവിയെടുത്ത് നമ്മളിവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓഹോ, അപ്പൊ നീ സപ്പോർട്ട് ചെയ്യുവാണോ? അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. ദേവിയെടുത്തൊരു സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും. സ്വന്തം അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആനന്ദനെ ചതിക്കണമെന്ന് ഓർത്തുള്ള ചിന്തയായിട്ട് വന്നിരിക്കുന്നതല്ല. അല്ലെങ്കിൽ ദേവിയെടുത്ത് അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. അല്ല, ദേവിയെടുത്തൊരു ഭാഗത്ത് നമ്മൾ നിന്ന് ചിന്തിച്ചു നോക്കിയേ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് പോലും അലോക കാരണ. എന്നിട്ട് പോലും ദേവിയെടുത്തിയോട് ആരോടും പറയല്ലെന്ന് പറഞ്ഞിട്ട് ദേവിയെടുത്ത് ആരോടെങ്കിലും പറഞ്ഞോ? അതായത് അലോകാണ് ആ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയെന്നുള്ള കാര്യം ആനന്ദനോട് പോലും പറഞ്ഞില്ല. കാരണം ദേവിയെടുത്തേക്ക് അറിയാം ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്ന്. ആനന്ദൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിനേക്കാളും വലിയ പ്രശ്നമാവെന്ന് അറിയാവുന്നതുകൊണ്ടാ
അപ്പം പിന്നെ നമ്മൾ ദേവിയെടുത്തി മാത്രം കുറ്റം പറയരുതമ്മേ. ദേവിയെടുത്തിയുടെ വീട്ടുകാർ ചെയ്ത് തെറ്റാ, അതിന് പാവത്തിന് ഇങ്ങനെ ശിക്ഷിക്കേണ്ടതില്ലെന്നാണ് ഞാൻ പറയണേ. അമ്മേ, നമുക്ക് ദേവിയെടുത്ത് ഇങ്ങോട്ട് വിളിച്ചാലോന്ന് ചോദിച്ചു. ദേ മീനു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. പറഞ്ഞത് നീ പറഞ്ഞു. കോമതി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ശ്രീദേവിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ കോമതിക്ക് ഭയങ്കര ദേഷ്യമാണ്. പക്ഷെ അത് കുറേയൊക്കെ ദേഷ്യം അഭിനയിക്കുന്നതാണ്. പിന്നീട് മീനാക്ഷി മിത്രയുടെ അടുത്തേക്ക് വന്ന് മിത്രോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മിത്ര, എനിക്കെന്തോ വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. ദേവിയെടുത്ത് പാവുക, ഇവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ശരിക്കും ബലിയാടാവുകയായിരുന്നു ദേവിയെടുത്തി. നമുക്ക് ഇങ്ങോട്ടേക്ക് ദേവിയെടുത്ത് കൂട്ടിക്കൊണ്ട് വരണ്ടേ എന്നൊക്കെ മിത്രയോടും ചോദിച്ചു. മിത്ര പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ മീനാക്ഷി ചേച്ചി, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അപ്പച്ചിക്കും അങ്കിളിനും ഒന്നും അതൊന്നും ഇഷ്ടപ്പെടത്തില്ല. നമ്മുടെ സ്വന്തം തീരുമാനത്തിന് ചെയ്യാനും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് ബാലന് ധർമ്മനെ കാണുന്നുണ്ട്. ധർമ്മനെ കണ്ടിട്ട് ധർമ്മനോട് സോറി പറയുന്നുണ്ട്. എടാ, നീ എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ, കോമതി സ്റ്റോഴ്സിൽ കയറിയ കള്ളനെ കണ്ടുപിടിച്ചതിന് ശേഷം എന്നെ ഒന്ന് വിളിച്ചാൽ മതിയെന്ന്. ആ കള്ളൻ ആരാന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അത് കേട്ട് ധർമ്മൻ അമ്പരപ്പോട് കൂടിയിട്ട് ആരാന്നുള്ള രീതി നോക്കുകയാണ്. അപ്പോഴാണ് ബാലൻ പറയണേ, അത് വേറെ ആരുമല്ല, ഉദയഭാനു വന്ന്. അത് കേട്ടതും വിശ്വസിക്കാൻ പോലും പറ്റിയില്ലേ. ഉദയഭാനു സാറോ? അയാള് സാറൊന്നുമല്ല. അയാൾ കാരണമാണ് നിനക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നേ. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടാ മോനെ ധർമ്മ, എന്നോട് ക്ഷമിക്കണം, എനിക്കാ തെറ്റുപറ്റിപ്പോയത്. ഞാൻ അയാളെ വിശ്വസിച്ചു, പക്ഷെ അത്ര പോലും ഞാൻ നിന്നെ വിശ്വസിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. അത് കേട്ടപ്പോൾ ധർമ്മൻ ഒന്നും മിണ്ടിയില്ല. ധർമ്മം ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, എടാ മോനെ, നീ വീട്ടിലേക്ക് തിരികെ വരാൻ പറഞ്ഞു. പക്ഷെ അതിന് ധർമ്മം മറുപടി ഒന്നും പറഞ്ഞതുമില്ല. ധർമ്മന് കിട്ടിയ ഷോക്ക് അത്ര വലുതായിരുന്നു. ഒരിക്കലും ശ്രീദേവിയുടെ അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ധർമ്മം വീട്ടിലേക്ക് വന്നു. അച്യുതനൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഇത്. കാരണം മറ്റൊന്നുമല്ല, ഉദയഭാനു അയാൾ വലിയ കോടീശ്വരനാന്ന് പറഞ്ഞിരുന്നതല്ലേ, ഒന്നുമില്ലാത്തവനാണ്. പോരാത്തേന് അയാളുടെ മകള് ഇറക്കി വിടുകയും ചെയ്തു. എല്ലാം കൂടെ നല്ല സന്തോഷമുള്ള സമയമാണ്. അങ്ങനെ അച്യുതൻ പറഞ്ഞു, എന്താണെങ്കിലും ഞാൻ ആ ഉദയഭാനുവിനെ ഒന്ന് കാണുന്നുണ്ട്, അയാളോട് സംസാരിക്കുന്നുണ്ട്. ബാലിനെതിരെ അയാളെ തിരിച്ചു വിടണം. അയാൾ വെറുതെ ഇരിക്കില്ല. അയാളുടെ മോളെ പറഞ്ഞു വിട്ടല്ലോ, അപ്പൊ അതിന് ദേഷ്യം എന്താളും പ്രകടിപ്പിക്കാതിരിക്കില്ല. അങ്ങനെ ഒടുവിൽ അച്യുതന് ഉദയഭാനുവിനെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോഴത്തേനും അനന്തൻ ചോദിച്ചു, അത് വേണോടാന്ന് ചോദിച്ചു. വേണം അനന്തേട്ടാ, ഇതങ്ങനെ നമ്മൾ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ട് വന്നു. ധർമ്മം വന്നിട്ട് പറഞ്ഞു, വേണ്ടേ ഏട്ടാ, അതിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കരുത്. എടാ, എന്നെ തടയാനായിട്ട് നീ ആളായിട്ടില്ല. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എന്താ ഇപ്പൊ അച്യുതേട്ടൻ എന്താ വേണ്ടേ? അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കണം, അതാണ് അച്യുതന്റെ ആവശ്യം. അതുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടാകാൻ പോന്നേ? വീണ്ടും അച്യുതൻ ഫോൺ വിളിക്കാൻ നോക്കുമ്പോഴത്തേനും ധർമ്മൻ ആ ഫോണിലേക്ക് പിടിച്ചു. എടാ, എന്റെ കയ്യേന്ന് വിടാനാ പറഞ്ഞേ. നിനക്ക് ഇപ്പോഴും കൂറ അവിടെയല്ലേ, ഒരു കാര്യം ചെയ്യാം, നീ ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയിക്കോ, ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട. നീ എന്തിനാ നിൽക്കുന്നേ? ചോറ് വിടാൻ കൂറ അവിടെ എന്നും പറഞ്ഞു കണക്ക് ആ സ്വഭാവം ഇവിടെ നടക്കില്ല. ഇവിടെ നിൽക്കുമ്പോ ഇവിടെ ഉള്ളവരുടെ ഇഷ്ടാനിഷ്ടത്തിന് അനുസരിച്ച് വേണം നിൽക്കാനായിട്ട്, അല്ലാതെ അവര് പറയുന്ന അനുസരിച്ച് അതേപോലെ എല്ലാം നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മനെ കുറച്ച് ചീത്ത പറയണം. ധർമ്മൻ എന്താണെങ്കിലും സമ്മതിച്ചില്ല ഉദയഭാനെ വിളിക്കാനായിട്ട്. ധർമ്മൻ അറിയാം എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് അച്യുതൻ ഒരുങ്ങുന്നേന്ന്. ഇല്ലാത്ത പ്രശ്നം വലുതാക്കി പെരുപ്പിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് പകരം ഇത്ര വലുതാക്കി ഇനിയും കൊണ്ടുവന്ന് പോയിട്ടുണ്ടെങ്കിൽ ആനന്ദിന്റെ ശ്രീദേവിയുടെയും ജീവിതം താറുമാറായി പോകുന്നുള്ള കാര്യം അറിയുകയും ചെയ്യാം. ഇതേസമയം വീട്ടിലെത്തിയിട്ട് ശ്രീദേവിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു. ഉദയഭാനു ശ്രീദേവിയോട് മിണ്ടാൻ പോലും ഭയന്നു. കാരണം അത്രയ്ക്ക് കട്ടക്കലിപ്പിലായിരുന്നു. ശ്രീദേവി ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇനി അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? ശ്രീകല ഉദയഭാനോട് പറഞ്ഞു, ഉദയേട്ടാ, ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവളെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് കൊണ്ടുവരണ്ടെന്ന് ചോദിച്ചു. ഉദയഭാനു പറഞ്ഞു, കൊണ്ടുവരണം, പക്ഷേങ്കിൽ അതെ, എന്തെങ്കിലും ഒരു മനസ്സിൽ എന്തെങ്കിലും ആശയുണ്ടെ പറ, എത്രയും പെട്ടെന്ന് അവളെ കൊണ്ടുവരണം. അല്ലെ അവളെ എത്ര ദിവസം എന്ന് വെച്ചാൽ അവിടെ നിർത്തുന്നേ? അവൾ ഇവിടെ നിന്നിട്ടുണ്ട്, അവളുടെ ജീവിതം തകർന്നു പോകും. പിന്നെ വിദ്യക്ക് നല്ലൊരു ആലോചനയെങ്കിലും വരുമോയെന്ന് ചോദിച്ചു. അത് ശരിയാ, ഉടൽ ശ്രീദേവിയുടെ അടുത്തേക്ക് വരുവാണ്. ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് ശ്രീകല പറഞ്ഞു, മോളെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. എങ്ങനെയെങ്കിലും ആനന്ദിനെ ഒക്കെ പോയി കണ്ട് നീ ആ വീട്ടിലേക്ക് തിരികെ ചെല്ലാൻ നോക്ക്. ഇനി എത്ര ദിവസം എന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്നത്? അപ്പോഴേക്കും ശ്രീദേവി അങ്ങ് ചാടി എഴുന്നേറ്റു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നോണ്ടല്ലോ, അച്ഛനും അമ്മയും ഞാൻ നോക്കത്തില്ല. സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടാ നിനക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കൂടെ പോയേക്കാന്ന് പറഞ്ഞു. ശ്രീകല പറഞ്ഞു, മോളെ, ഞാൻ ഉദയഭാനു പറഞ്ഞു, ഞങ്ങളുടെ അവസ്ഥ കൊണ്ടല്ലേ. എന്തവസ്ഥ? എന്തവസ്ഥയുള്ളത്? ഇങ്ങനെ മോഷ്ടിക്കാൻ നടക്കുന്നേക്കാളും ഭേദം, ഇതിനേക്കാളും ഭേദം കുറച്ച് വിഷം കഴിച്ച് ഞങ്ങളുടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യും. എനിക്കൂടെ കുറച്ച് താട്ടെ, ഞാനും കൂടെ അങ്ങ് തീർന്നേക്കാം. അതോടുകൂടി
പ്രശ്നമെല്ലാം പരിഹരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ശ്രീകലയെ ഉദയഭാനൊന്നും ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. ശ്രീദേവിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ഒടുവിൽ ശ്രീദേവി ഓർത്തു, ഒന്നുകൂടെ പോയാലോ, അവിടെ ദേവമംഗലത്ത് പോയി അവരുടെ കാലെ കൈ പിടിച്ചാലോ, എങ്ങനെയാണെങ്കിലും അവിടേക്ക് വിളിക്കുമെങ്കിൽ ഒരു കാരണവശാലും ഇനി വീട്ടുകാരുമായിട്ട് ബന്ധമില്ലെന്നെങ്കിലും പറഞ്ഞവിടെ കയറാൻ പറ്റുവാണെങ്കിൽ ഭഗവാനന്ദന്റെ ജീവിതം താൻ കാരണം നശിച്ചു പോയെന്നൊരു ചിന്തയും കൂടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒടുവിൽ ദേവമംഗലത്തേക്ക് പോകാൻ തന്നെ ശ്രീദേവി തീരുമാനിക്കുകയാണ്. ചെല്ലണം. ഒരു പക്ഷേങ്കിൽ ഇനി അവിടെ കയറ്റുമല്ലോന്നും അറിയത്തില്ല. കയറ്റാലും ഇല്ലെങ്കിലും ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഒരു വട്ടം കൂടിയും അവിടെ പോകണം. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് ശ്രീദേവി അങ്ങോട്ട് ചെല്ലുന്നത്. ശ്രീദേവിക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും ഇത്രയും കൂടെ ഇറങ്ങി വരുന്നത്. ശ്രീദേവി കണ്ട ഭയങ്കര സന്തോഷമായി. ശ്രീദേവി വെച്ചെന്ന് പറഞ്ഞിട്ട് ഇന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഗോമതിയുടെ വരവ്. ഗോമതി ശ്രീദേവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിൽക്കടെ അവിടെയെന്നും പറഞ്ഞുകൊണ്ട് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി ഞെട്ടിപ്പോയി. എന്തിനാടി, നീ എന്തിനാ അങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിച്ചോണ്ട് ശ്രീദേവിയുടെ ദേഷ്യപ്പെടുകയാണ്. അമ്മ ഞാൻ മിണ്ടരുത്, നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടല്ലേ, പിന്നെ നീ എന്ത് ധൈര്യത്തിലാണ് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുമ്പോൾ മീനാക്ഷിയും ഇത്രയൊക്കെ ഇടയ്ക്കിലേക്ക് കയറുവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ശ്രീദേവിയെ വീണ്ടും അങ്ങോട്ടേക്ക് വിളിക്കുവോ, അവിടെ നിർത്തുവോ, അതോ ഇനി വീണ്ടും പറഞ്ഞു വിടുമോ എന്നറിയത്തില്ല. ശ്രീദേവിയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.